എൻ്റെ പൊന്നെ, നനഞ്ഞ നായരായിട്ട് ജനിച്ചതിൻ്റെ ഫലം ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെ വിചാരിച്ചു നമ്മളെല്ലാവരും ഒന്നാണെന്ന്. അത് വെറും തോന്നലാന്ന് ഇപ്പോൾ മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ എല്ലാവരും ഒരേ തരത്തിലാണ്, വസുദൈവ കുടുംബവുമാണ്. എല്ലാവരും ഒരേ ലെവലിലുള്ളവരാണ്, ഒരേ സ്റ്റാൻഡേർഡ് ഉള്ളവരാണെന്നൊക്കെ വിചാരിക്കും. ഒരേ സ്റ്റാൻഡേർഡ് അല്ല, ഒരേ ലെവലിലുള്ളവരാണ്. സ്റ്റാൻഡേർഡ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, സാമ്പത്തിക നിലയ്ക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ പഠനം കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു കോളേജിലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. നിങ്ങൾ യു ആർ നോട്ട് ഈക്വൽസ്. എല്ലാവരും പറയും എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഇന്ത്യക്കാരെല്ലാവരും സഹോദരി സ്ഥലം എല്ലാവരും തുല്യരാണ്. അതൊക്കെ ചുമ്മാ പറയണതാണ്. വെറുതെ മനുഷ്യനെ പറ്റിക്കാനായിട്ട് ഓരോ ഡയലോഗിനെ അടിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രി SSLC ഒക്കെ പാസ്സായി നല്ല മാർക്കോട് കൂടിയിട്ടാണ്. പക്ഷേ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് സെക്കൻഡ് ക്ലാസ്സുള്ള ഒരു പെൺകുട്ടിക്ക് MBBS അഡ്മിഷൻ കിട്ടി. അതൊക്കെ പിന്നീട് അറിയണം. കാരണം അന്നേരം നമ്മളിങ്ങനെയുള്ള മതജാതി രാഷ്ട്രീയ ചിന്തയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ പോയില്ല. പക്ഷെ പിന്നീട് മനസ്സിലായി നമ്മൾ സവർണ ജാതിയാണ്, അതായത് ഉയർന്ന ജാതിയാണ്. എന്ത് കോപ്പിലെ ഉയർന്ന ജാതി? മനുഷ്യൻ പഠിക്കുന്ന എല്ലാ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ല, ഒരു വ്യത്യാസമില്ല. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിന് MBBS അഡ്മിഷൻ കിട്ടി. എനിക്ക് അവനോടുള്ള ഇതൊന്നുമല്ല, ഞാൻ പറഞ്ഞ അവൻ OBC ആയിരുന്നു. അപ്പോൾ ഇതാണ് നടക്കുന്നത്. നമ്മളെക്കാൾ കുറവ് മാർക്കുള്ളവരൊക്കെ അന്ന് കയറിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ സാധാരണ ബാങ്കിങ് ജോലി കൊണ്ട് തൃപ്തനാൻ വേണ്ടി വന്നു. അതിൽ എന്താ പറഞ്ഞാൽ സാമൂഹിക നിയമങ്ങളായിരിക്കാം. പക്ഷേ എന്നാലും ഇപ്പം ഇരുന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. ദാറ്റ്സ് ഓൾ.